നമ്മളിനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. പാപ്പാനെ കുത്തിക്കൊന്ന ഹരിപ്പാട് സ്കന്ദനെ ഇതുവരെ മാറ്റിത്തളച്ചില്ല. 2 മാസമായി ഹരിപ്പാട് സ്കന്ദൻ മഴയും വെയിലും കൊണ്ട് ഒരേ സ്ഥലത്ത് തുടരുകയാണ്. ആനയ്ക്ക് വേണ്ട പരിചരണവും ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. ദേവസ്വം ബോർഡ് പുതിയ പാപ്പാനെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയും. മതപ്പാടിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് 31-നായിരുന്നു ഹരിപ്പാട് സ്കന്ദൻ അന്ന് 2 പാപ്പാന്മാരെ കുത്തിക്കൊന്നത്. അതിനുശേഷം ആനയെ തളച്ചിട്ടത് ഇവിടെയാണ്. ആ തളച്ചിട്ടതിന് പിന്നാലെ ഇതുവരെ ആനയെ മാറ്റി തളയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോഴും മഴയും വെയിലും കൊണ്ട് ഇതേ സ്ഥലത്ത് ആന നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ആനയെ തളച്ചിടുന്ന സ്ഥലം അവിടെയാണ്. ആനത്തറിയത അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ കാട് മൂടി ഉപകാരപ്രദമാകാത്ത രീതിയിലേക്ക് മാറി അത് നിൽക്കുന്ന സാഹചര്യം. ആനയാണെങ്കിൽ ഇവിടെ ഈ മഴയും മഞ്ഞും വെയിലും ഒക്കെ തന്നെ കൊണ്ട് ഒരേ സ്ഥലത്ത് ഇതുവരെ ആന പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇത് ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് വലിയ പ്രശ്നം. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിൽ പ്രശ്നങ്ങളുണ്ടാവും? ഇന്നത്തെ പ്രശ്നം പറഞ്ഞാൽ കഴിഞ്ഞ 9 മാസമായിട്ട് ആന ഒരേ നിൽപ്പ് നിൽക്കുകയാണ്. ആന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കുകയും ഇടിക്കുകയും നമ്മൾ നടക്കാതിരുന്നാൽ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ ദഹന പ്രക്രിയ പോലും തകരാറുന്ന അവസ്ഥയിലാണ് ഈ ആന നിൽക്കുന്നത്. പാദരോഗം വരാനുള്ള സാധ്യതയുണ്ട്. വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ആന നിൽക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് ഒരു അന്വേഷണം, ഈ ആനയ്ക്ക് മാത്രമേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുള്ളത് അന്വേഷണം നടത്തണം. കാരണം ക്ഷേത്രത്തിന്റെ അവസ്ഥയും വളരെ മോശമാണ്. കഴിഞ്ഞ ഫെബ്രുവരി നീര് കെട്ടിയ ആന, അത് കഴിഞ്ഞ് ഇതേ ഒരു ദിവസമാണ് ഈ ആന പുറത്തിറങ്ങിയത്. നീരുകാലം കഴിഞ്ഞ് ഇറക്കിയ ദിവസം തന്നെ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. വീണ്ടും ആനയെ തളച്ച് ഇവിടെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ആനയ്ക്ക് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആന ഈ തറയിൽ നിന്ന് പാദരോഗം വരും. ഈ തറ ഉണ്ട്, ഈ തറയിൽ നിന്ന് വൃത്തിഹീനമായി കിടക്കുന്നു. ഫോറസ്റ്റുകാർ വന്നതിന്റെ ഫലമായിട്ട് ഈ സൈഡൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കി പിന്നെയും കാട് പിടിച്ച് കിടക്കുന്നു. ഫോറസ്റ്റുകാർ അത് തന്നെ കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം നീരി കെട്ടിയതിനു ശേഷം ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ബി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആകെ 3-4 പ്രാവശ്യം ഇവിടെ വന്നിരിക്കും. ആന വലിയ പ്രശ്നം നേരിടുന്നു. പ്രത്യേകിച്ച് ഈ ആന വീട് നിന്ന് മാറ്റി തളയ്ക്കാത്തതുകൊണ്ട് തന്നെ ആനയ്ക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹൃദയരോഗമടക്കം പാദരോഗങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാരും ഉപദേശ സമിതിയുടെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇത്രയും വേഗം ദേവസ്വം ബോർഡിൽ ഒരു പരിഹാരം കാണണം. ഒരു 2ാം പാപ്പാനെ നിയമിക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ ശരത് എസ് എൻ, റിപ്പോർട്ടർ ആലപ്പുഴ.